യുക്രൈൻ ആക്രമണത്തിന് തിരിച്ചടി നൽകി റഷ്യ. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു, 50ഓളം പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ട്രംപുമായി നടന്ന സംഭാഷണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് വ്ളാഡിമിർ പുടിൻ അറിയിച്ചിരുന്നു. സമാധാനം ഉടൻ ഉണ്ടാകില്ലെന്ന് ട്രംപും അറിയിച്ചിരുന്നു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പറയൂ. രോഹിണി, തീർച്ചയായും ഇക്കഴിഞ്ഞ ദിവസം യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഒരു ആക്രമണമാണ് റഷ്യയ്ക്ക് നേരെ ഉണ്ടായത്. റഷ്യയുടെ പലയിടങ്ങളിലും വലിയ തോതിൽ ആക്രമണം നടക്കുകയും ഏതാണ്ട് 117 ഡ്രോണുകൾ ഉപയോഗിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അന്ന് നേരത്തെ തന്നെ യുക്രൈൻ പ്രസിഡന്റും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. സ്പൈഡർ വെബ് എന്ന പേരിലുള്ള ഒരു ആക്രമണം, ആ പേരിൽ നടത്തിയ ഒരു ആക്രമണത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ റഷ്യയ്ക്കുണ്ടായി എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. നിരവധി വിമാനങ്ങൾ, റഷ്യയുടെ ചെറിയ യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ തകർന്ന ഒരു പ്രത്യേക സ്റ്റോർ യാർഡ് പോലൊരു സംവിധാനത്തിൽ ആക്രമണം നടക്കുകയും അവിടെയെല്ലാം തന്നെ വലിയ തോതിൽ യുദ്ധവിമാനങ്ങൾ തകർന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് വ്ളാഡിമിർ പുടിൻ ട്രംപുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതായി ട്രംപ് തന്നെ സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ സമാധാനം ഉടൻ ഉണ്ടാകില്ല എന്ന സൂചനയും ട്രംപ് നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ ട്രംപ് പുറത്തുവിടുന്നതും ഇന്ന് തന്നെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു. കീവിലെ 2 പ്രധാന നഗരങ്ങളിൽ അതിശക്തമായ ഒരു ആക്രമണമാണ് ഉണ്ടായത്. 3 പേർ മരിച്ചു, 50ഓളം പേർക്ക് പരിക്കേറ്റു, 49 പേർക്ക്, കൃത്യം പറഞ്ഞാൽ 49 പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരികയും ചെയ്യുന്നത്. വലിയ തോതിലുള്ള നാശനഷ്ടം യുക്രൈൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും ശക്തമായ തിരിച്ചടി ഉണ്ടാകും, തിരിച്ചടിയുടെ തുടക്കം മാത്രമാണ് എന്ന നിലപാടിലാണ് ഇപ്പോൾ റഷ്യ ഉള്ളത് എന്നാണ് സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ കൊണ്ടും 3 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം, യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനൊരു സാഹചര്യം ഉണ്ടാകാത്തൊരു പശ്ചാത്തലമുണ്ട്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സൂചിപ്പിച്ചിരുന്നത് കർശനമായ നടപടികൾ റഷ്യക്കെതിരെ ഉണ്ടാകും യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്നാണെങ്കിൽ ഇന്ന് കുറെ കൂടി മയപ്പെടുത്തിയ അയഞ്ഞ നിലപാടാണ് സ്വീകരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, യുക്രൈനുമായുള്ള ധാതുക്കളുടെ വിതരണം സംബന്ധിച്ച്, ധാതുക്കൾ ഷെയർ ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടി ഇത്തരമൊരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി, ശരി. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.